നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിൽ പൊതുവെ ഈ വർഷത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സുഗമമാകും എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നിച്ച് മാത്രമേ അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ. തന്മൂലം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഒരു പരിധിയിലധികം ഏറ്റെടുക്കുന്നതും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതും ആവുന്നതും ഒഴിവാക്കുകയായിരിക്കും നന്നാവുക. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളൊക്കെ ആണെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി പലപ്പോഴും ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ ഒരുപക്ഷെ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണത ഇല്ലാത്തതിനാൽ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. ബന്ധുമിത്രാദികൾ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. പദ്ധതി സമർപ്പണം, പരീക്ഷ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിൽ ഒക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്ക് അനുകൂലമായി തീരുക. വീഴ്ചകളുണ്ടാകുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും ശസ്ത്രക്രിയ വേണ്ടി വരുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി മനോവിഷമം ഉണ്ടായിത്തീരും. യാതൊരു കാരണവുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളെ കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. ഇതുകൊണ്ട് ഏതൊരു കാര്യവും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടി ഗുരു കാരണവാന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് ആഗസ്റ്റ് മാസം മുതൽ പൊതുവെ ഏറെക്കുറെ ജീവിതത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വഴിയൊരുക്കും. വ്യാപാരത്തിൽ മാന്ദ്യമില്ലെങ്കിലും ഏറെക്കുറെ ജീവിതം നിലനിൽക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗമുണ്ടാകുവാനും ജീവിതത്തെ നയിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. എന്നാൽ വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരതാമസ അനുമതി ലഭിക്കാത്തതിനാൽ മടങ്ങി വരേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനാണ് ഉത്തര നക്ഷത്രക്കാർക്ക് ഈ 2016 ആണ്ടിലെ യോഗത്തെ സൂചിപ്പിക്കുന്നത്. നമസ്കാരം.